യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 2 കൊറിന്തോസിന് എഴുതിയ ലേഖനം 9-ാം അധ്യായം 8-ാം തിരുവചനം. 2 കൊറിന്തോസ് 9-ാം അധ്യായം 8-ാം തിരുവചനം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. ഒരു മനുഷ്യൻ പ്രോസ്പെരിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നുമില്ല എന്ന് ആലോചിക്കുമ്പോൾ, പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിനക്കാവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ച് വളരെ വ്യക്തതയോടെ പൗലോസ്ലീഹ പറയുകയാണ്. നമുക്കുള്ള കുറവെന്താണ്? നമ്മൾക്ക് ദൈവം എന്ത് തന്നാലും സംതൃപ്തിയില്ലാത്ത മനസ്സാണ് നമ്മുടേത്. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഓൾവേസ്. അതേസമയം ദൈവസന്നിധിയിൽ, എൻ്റെ ദൈവമേ, നീ എനിക്കിന്ന് തന്നതെല്ലാം, ഈ നിമിഷം വരെ നീ എനിക്ക് എന്തെല്ലാം തന്നുവോ അതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ് എന്ന് പറയുവാൻ നമ്മൾ നാവ് ഉയർത്തുന്ന സമയം ദൈവം നിനക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി തന്നുകൊണ്ടിരിക്കും. ലോകം ചിന്തിക്കുന്നത് എല്ലാം അവരുടെ കഴിവുകൊണ്ട് നേടിയതാണെന്ന്. ആ ധാരണ തെറ്റാണ്. നിനക്ക് കിട്ടിയതെല്ലാം ദൈവാനുഗ്രഹത്താൽ കിട്ടിയതാണ്. നിനക്ക് എന്തുണ്ടോ അതിൽ നീ ഇന്ന് സംതൃപ്തനാണോ? നിന്റെ മക്കൾക്ക് നേടാൻ പറ്റിയതെല്ലാം അതിൽ നീ ഇന്ന് സംതൃപ്തനാണോ? അത് ദൈവത്തിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞാൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. എല്ലാം പിടിച്ചെടുക്കാനുള്ള വ്യഗ്രത മാറ്റിവെച്ചിട്ട്, കർത്താവേ, ഞാൻ എന്തായിരിക്കുന്നോ അതിൽ ഞാൻ സംതൃപ്തനാണ്, കാരണം അത് എനിക്ക് നീ തന്നതാണെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവസന്നിധിയിൽ എളിമപ്പെട്ടു നിന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. സത്കർമ്മങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെയും
പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ബലിപീഠത്തിലേക്ക് നമുക്ക് എത്തിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിൽ വലയുന്ന എല്ലാ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. തീരുമാനങ്ങളെടുക്കേണ്ട രാഷ്ട്രത്തലവന്മാർ വിവേകത്തോടെ തീരുമാനങ്ങളെടുക്കുവാൻ സമാധാനത്തിൻ്റെ ദൂതനായ യേശു ക്രിസ്തുവോടെ ഇറങ്ങി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനപൂർണമായ അനുഗ്രഹപൂർണമായ ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.